സറോഗസി നിയമം. അറിയേണ്ട വസ്തുതകളും മാറേണ്ട ധാരണകളും. സ്വന്തമായി ഒരു കുഞ്ഞെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രം നൽകുന്ന വലിയൊരു വരദാനമാണ് സറോഗസി അഥവാ ബാടക ഗർഭധാരണം. വന്ധ്യത അടക്കമുള്ള ശാരീരികമായ പരിമിതികൾ മൂലം മാതൃത്വവും പിതൃത്വവും ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഇന്ന് സറോഗസി വലിയ ഒരു ആശ്വാസമാണ്. എന്നാൽ ഇതിന്റെ സാങ്കേതികവും നിയമപരമായ വശങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവില്ല. Everything is in order. Your application for surrogacy has been approved by the board. അത് പലപ്പോഴും സാധാരണക്കാരെ ചൂഷണങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. എന്താണ് സറോഗസി? പകരമായി പ്രവർത്തിക്കും എന്നർത്ഥം വരുന്ന സറോഗേറ്റസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സറോഗസി എന്ന വാക്കിന്റെ ഉത്ഭവം. ലളിതമായി പറഞ്ഞാൽ ഒരു സ്ത്രീ മറ്റൊരു ദമ്പതികൾക്ക് വേണ്ടി ഗർഭം ധരിക്കുകയും പ്രസവശേഷം ആ കുഞ്ഞിനെ നിയമപരമായി ആ ദമ്പതികൾക്ക് തന്നെ കൈമാറുകയും ചെയ്യുന്ന പ്രക്രിയ ആണിത്. ഇതിൽ ഗർഭം ധരിക്കുന്ന സ്ത്രീയെ സറോഗേറ്റ് മദർ എന്ന് വിളിക്കുന്നു. സാമൂഹികമായ തെറ്റിദ്ധാരണകൾ സറോഗസി ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രചാരം നേടിയിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ വഴിയും മറ്റും പ്രചരിക്കുന്ന അപൂർണമായ വിവരങ്ങൾ പലപ്പോഴും ആളുകളെ വഴിതെറ്റിക്കുന്നു. വന്ധ്യതാ നിവാരണ മാർഗങ്ങളെ ഒരു കച്ചവട കണ്ണോടെ കാണുന്നവർ സാധാരണക്കാരെ സാമ്പത്തികമായും നിയമപരമായും ചൂഷണം ചെയ്യാൻ ഇത് കാരണമാകും. ഇന്ത്യയിലെ നിയമങ്ങൾ സറോഗസി മേഖലയിലെ ചൂഷണങ്ങൾ തടയുന്നതിനായി ഭാരത സർക്കാർ അതീവ ജാഗ്രതയോടെയുള്ള നിയമങ്ങളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ലാഭേച്ഛയോടെയുള്ള സറോഗസി, കൊമേഴ്സ്യൽ സറോഗസി ഇന്ത്യയിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. പണത്തിന് വേണ്ടിയല്ലാതെ കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സറോഗസി അനുവദിക്കുന്ന രീതിയാണ്. ഇതിൽ സറോഗേറ്റ് അമ്മയ്ക്ക് ചികിത്സാ ചിലവുകളും ഇൻഷുറൻസ് പരിരക്ഷയും മാത്രമേ നൽകാൻ പാടുള്ളൂ. ഗർഭം ധരിക്കുന്ന സ്ത്രീയുടെ ആരോഗ്യവും ജനിക്കുന്ന കുട്ടിയുടെ അവകാശങ്ങളും സംരക്ഷിക്കുക എന്നതാണ് നിയമത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. അറിവാണ് സുരക്ഷ. സറോഗസിയെ കുറിച്ച് ഉള്ള ശരിയായ നിയമബോധം പൊതുസമൂഹത്തിന് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നിയമവിരുദ്ധമായ ഇടനിലക്കാരെ ഒഴിവാക്കി സർക്കാർ അംഗീകരിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം പ്രക്രിയകളുമായി മുന്നോട്ട് പോകാവൂ. നന്ദി. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും.